ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ എങ്ങനെ നമ്മൾ പറയാന്നറിയോ? അപ്പൊ നമുക്കിന്ന് ഒരു പുതിയ വേർഡ് നോക്കാം. ഈ കൺട്രോൾ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അനിയന്ത്രിതമാണ് എന്നൊക്കെ പറയില്ലേ. സോ അതിനാണ് നമ്മൾ അൺറൂലി എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു സെന്റൻസസ് നോക്കാം. കുട്ടികൾ ക്ലാസ്സിൽ അനിയന്ത്രിതമായിരുന്നു അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതെങ്ങനെ നമുക്ക് ഈ അൺറൂലി എന്നുള്ള വേർഡ് വെച്ച് പറയാൻ പറ്റും? The children were very unruly. Very എന്ന് പറയണ്ട. The children were unruly in the class. During the class. Yeah. ക്ലാസ് എടുക്കുന്ന സമയം അല്ലെങ്കിൽ ക്ലാസിന്റെ സമയത്ത് ഡ്യൂറിങ് ദ ക്ലാസ് എന്ന് പറയാം. ഓക്കെ, ഇനി അവന് നിയന്ത്രിക്കാനാവാത്ത ദേഷ്യമാണ്. അൺറൂലി എന്ന് പറഞ്ഞാൽ അവനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു രീതിയിലല്ലേ പോവാ. സോ ഹി ഹാസ് എൻ അൺറൂലി ടെമ്പർ. ഓക്കെ, അവനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യം ഉണ്ട് എന്നാണ് മീനിങ് വരുന്നത്. ഓക്കെ, ഇനി മാച്ച് കഴിഞ്ഞപ്പോൾ പബ്ലിക്കിന് അല്ലെങ്കിൽ മാച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയി, അങ്ങനെയൊക്കെ പറയില്ല നമ്മള്. മാച്ച് കഴിഞ്ഞപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്ന്. The crowd after the match. Okay. The crowd became unruly after the match. Okay, ഇനി പറഞ്ഞതും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അവളുടെ മുടി മെസ്സിയാണ് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മുടി ഇങ്ങനെ ഒതുങ്ങി വെക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷനും നമ്മൾ ഈ സെയിം വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ മെസ്സി ആയി കിടക്കുന്നതിന് നമുക്ക് എങ്ങനെ പറയാം? The hair was her hair is unruly അല്ലെങ്കിൽ പാസ്റ്റ് ആണെങ്കിൽ വാസ് പറയാം. ഓക്കെ, ഇനി അവന്റെ സ്വഭാവം നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. ഓക്കെ, അവന്റെ സ്വഭാവം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അനിയന്ത്രിതമാണ് എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യുക. പക്ഷെ നമുക്ക് അൺറൂലി എന്ന് പറഞ്ഞ വേർഡ് വേണം കേട്ടോ.